ഗൗതം 2 മിനിറ്റ് 6:28 എന്താകും എക്സിറ്റ് പോൾ ഫലം പ്രവചനം? യെസ്, അശ്വതി 6:28 എന്ന് പറയുമ്പോൾ കറക്റ്റ് 6:30 തന്നെ വരണമെന്നില്ല. നമുക്ക് 6:30 സമയം നമ്മൾ എക്സൈറ്റ്മെന്റിന്റെ ഇങ്ങനെ നെറുകയിൽ നിൽക്കുകയാണ്. അപ്പോ കേരളത്തിൽ ആര് വരും എന്നാണ് നമ്മൾ നോക്കി കാണുന്നത് അല്ലേ? കേരളത്തിൽ ആര് വരും തോന്നുന്നു? പറയണം. സസ്പെൻസ് പറഞ്ഞോളൂ, കുഴപ്പമില്ല. ഞാൻ പറയാം. അല്ല, ഇപ്പൊ പറ. ഓക്കെ. എന്തായാലും കേരളത്തിൽ ആര് വരുമെന്ന ഒരു വലിയ സസ്പെൻസ് തന്നെയാണ്. മാത്രമല്ല ഇതിനകത്ത് വേറൊരു പ്രശ്നം കൂടെ ഉണ്ട് അശ്വതി. ഈ എക്സിറ്റ് പോളുകളെല്ലാം ശരിയാവണമെന്നില്ല കേട്ടോ. നമ്മൾ ഈ എക്സിറ്റ് പോളുകളെ പറ്റി ഇങ്ങനെ പറയുമ്പോൾ എക്സിറ്റ് പോളുകൾ തെറ്റിയ ചരിത്രം ഒരുപാടുണ്ട്. എത്രയോ എക്സിറ്റ് പോളുകൾ തെറ്റിയിരിക്കുന്നു. എനിക്ക് തോന്നുന്നു ഇവിടെ ഒരു വൈൽഡ് കാർഡായി മാറുന്നത് സൈലന്റ് വോട്ടേഴ്സ് ആണ്. കാരണം ഈ നമുക്കറിയാലോ ഈ എക്സിറ്റ് പോൾ ഫലം എങ്ങനെയാണ് വരുന്നത്. അതായത് വോട്ട് രേഖപ്പെടുത്തിയ ശേഷം പുറത്തു വരുന്ന വോട്ടർമാരിൽ നിന്നും രഹസ്യമായി ഇത്തരത്തിലുള്ള സർവേ നടത്തുന്നു. അത് പ്രകാരമാണ്. പക്ഷേ അപ്പോഴും കൃത്യമായ അഭിപ്രായം പറയാത്ത അല്ലെങ്കിൽ ഇതിനോട് യോജിക്കാത്ത വോട്ടർമാരുണ്ട്. അവരാണ് ഇതിലെ വൈൽഡ് കാർഡ് എന്ന് ഞാൻ പറയും. സൈലന്റ് വോട്ടേഴ്സ്. ഒപ്പം എക്സിറ്റ് പോളുകൾ നടത്തുന്ന ഏജൻസികൾക്കുള്ള താല്പര്യങ്ങൾ ഇതിനകത്ത് കയറി വരുന്നുണ്ട്. ഇപ്പം ചില രാഷ്ട്രീയ പാർട്ടികളോട് താല്പര്യമില്ലാത്ത ഏജൻസികളാണെങ്കിൽ അങ്ങനെ എല്ലാം അങ്ങനെയാണ് എന്നല്ല പറയുന്നത്. പക്ഷേ എക്സിറ്റ് പോളുകളെ നമുക്ക് 100% വിശ്വസനീയമെന്ന് പറയാൻ പറ്റത്തില്ല. സമീപകാല ചരിത്രങ്ങളിൽ പല എക്സിറ്റ് പോളുകൾ പരാജയപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം എന്തായാലും എക്സിറ്റ് പോളുകൾ എന്താണ് പറയുന്നതെന്ന് എന്തായാലും ചർച്ച ചെയ്തേ പറ്റുള്ളൂ. നമുക്ക് വരുന്ന നിമിഷങ്ങളിൽ ആ കണക്കുകൾ വരും. ഡെസ്കിൽ ശ്യാം തുടരുന്നു. പോളുകൾ വരുന്നതിന് മുൻപ് നമ്മുടെ ഡെസ്കിലെ പ്രമുഖർ രാഷ്ട്രീയ വിശകലനം നടത്താൻ തയ്യാറായി നിൽപ്പുണ്ട്. അതിനൊക്കെ ചുക്കാൻ പിടിക്കാൻ നമ്മുടെ പ്രിയപ്പെട്ട ശ്യാമുണ്ട്. അപ്പം ഇൻപുട്ടിലും അതോടൊപ്പം തന്നെ ഔട്ട്പുട്ടിലെയും വിശദാംശങ്ങളൊക്കെ നമുക്ക് കണ്ടു. ഇനി വെബിലേക്ക് പോകാൻ തയ്യാറായിട്ട് ശ്യാം നിൽക്കുകയാണ്. ശ്യാം, ഓവർ ടു യു, പറഞ്ഞോളൂ. തീർച്ചയായും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അശ്വതിയുടെ മറുപടിയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. സസ്പെൻസ് ആണ്, 4-ാം തീയതി പറയാമെന്ന്. സ്വാഭാവികമായിട്ട് ഗൗതം പറഞ്ഞ പോയിന്റ് വളരെ കൃത്യമാണ്. എക്സിറ്റ് പോളുകൾ ഒരു പക്ഷേ അതൊന്നും എന്താ പറയുക, അത് കൃത്യമായി ഒരിക്കലും ഭവിക്കണമെന്നില്ല. കാരണം ബീഹാറിന്റെ കാര്യം നമ്മൾ കണ്ടതാണ്. 2015 ബീഹാർ തെരഞ്ഞെടുപ്പിന്റെ എക്സിറ്റ് പോളുകൾ തകിടം മറിയുന്ന ഒരു അവസ്ഥ നമ്മൾ കണ്ടതാണ്. 2025 ബീഹാർ തെരഞ്ഞെടുപ്പ് എക്സിറ്റ് പോളുകൾ തകിടം മറിഞ്ഞു. അത് പ്രെഡിക്റ്റ് ചെയ്തതിനേക്കാൾ വലിയൊരു വിക്ടറിയാണ് അവിടെ NDA സഖ്യം സ്വന്തമാക്കിയതെന്നും നമുക്ക് എടുത്തു പറയേണ്ടി വരും. അപ്പോൾ എക്സിറ്റ് പോളുകൾ പക്ഷേ ഒരു ട്രെൻഡാണ്. സംസ്ഥാനം ചിന്തിക്കുന്നത് എന്താണ്? ഇപ്പോൾ അസമിൽ എടുത്തു നോക്കുകയാണെങ്കിൽ ഹിമന്ത ബിശ്വ ശർമ്മ ഭരണ തുടർച്ചയിലേക്കാണോ പോകുന്നത് എന്ന രീതിയിൽ ഒരു ട്രെൻഡ് നമുക്ക് കിട്ടും. ബംഗാളിൽ അതിശക്തമായ വിരുദ്ധ വികാരം ആഞ്ഞടിക്കുന്നുണ്ടോ എന്ന് നമുക്കൊരു ട്രെൻഡ് കിട്ടും. സ്റ്റാലിൻ എന്ത് നേടി തമിഴ്നാട്ട്? സ്റ്റാലിന് കൃത്യമായി തുടരാൻ സാധിക്കുമോ? അതിനുള്ള കഴിവുണ്ടോ? ഉദയനിധി സ്റ്റാലിനൊപ്പം വീണ്ടും തലമുറകളായി അവിടെ അങ്ങ് തുടരാൻ പറ്റുമോ? ഇതൊക്കെ അറിയാനുള്ളൊരു ട്രെൻഡ് കൃത്യമായി തന്നെ നമുക്ക് മനസ്സിലാക്കാം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ കാണുന്നതാണ് നമ്മുടെ ഡിജിറ്റൽ ടീം. വളരെ വേഗത്തിൽ തന്നെ കൃത്യമായ കാര്യങ്ങൾ പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ മൊബൈലുകളിലേക്കും TV-യിലേക്കും ഒക്കെ വളരെ വേഗം എത്തിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ടീമാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഡിജിറ്റൽ ടീം. എക്സിറ്റ് പോളുകൾ വന്നു തുടങ്ങി എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഗൗതം. അതിനു മുമ്പ് ഞാനൊന്ന് വളരെ പെട്ടെന്ന് പ്രഡിക്ഷൻ കൂടി എടുത്തിട്ട് പോകാം. പറയൂ ആതിര. അവസാന നിമിഷം കേരളം ഹങ് അസംബ്ലി. ഗൗതം, ഹങ് അസംബ്ലി ആണ് എന്നാണ് ആതിര പറയുന്നത്. നിതീഷ്, ഇവിടുത്തെ കാര്യമാണ് കേരളത്തില് ഭയങ്കര നമ്മൾ ഇപ്രാവശ്യം ഭയങ്കര ശ്രദ്ധിക്കേണ്ട ഒരു ഇലക്ഷനാണ്. കാര്യം എന്ന് വെച്ചാൽ SIR നടപ്പിലാക്കിയിട്ടുള്ള ആദ്യത്തെ തെരഞ്ഞെടുപ്പാണ്. അപ്പോൾ അതിൻ്റെ ഒരു വലിയ മാറ്റം നമ്മൾ പോളിംഗിൽ തന്നെ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് എടുത്ത് പറയാൻ സാധിക്കില്ല. പക്ഷെ BJPക്ക് ഒരു അക്കൗണ്ട് തുറക്കുന്നതിന് പുറത്ത് ഒരു വലിയൊരു മാറ്റം, നമ്പർ ഓഫ് വോട്ടിംഗ് അല്ലെങ്കിൽ സീറ്റുകളുടെ എണ്ണത്തിൽ ആകെ മൊത്തമുള്ള ഒരു ശതമാനത്തിലെല്ലാം വലിയ മാറ്റം ഉണ്ടാവും.